എവിടെയും മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ വ്യാഴാഴ്ചയാണ് റമദാൻ ഒന്നായി ഇപ്പോൾ വിവിധ കാലിമാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും 11 മാസം പൂർത്തിയായി. ഇപ്പോൾ റമദാൻ എന്ന വലിയ മുസ്ലിം വിശ്വാസത്തെ സംബന്ധിച്ചോളം വലിയൊരു ഏറ്റവും പ്രതീക്ഷയുള്ള ഏറ്റവും പ്രാധാന്യമുള്ളൊരു മാസമാണ്. എങ്ങനെയാണ് ഈ റംസാൻ്റെ ഒരു സന്ദേശം എങ്ങനെയാണ്? പരിശുദ്ധ റമദാൻ മാസം ഏതാണ്ട് മറ്റന്നാൾ അതിന് ആരംഭം കുറിക്കുകയാണ്. മുസ്ലിം ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് റമദാനെ വരവേൽക്കുന്നത്. ജീവിത വിജയത്തിൻ്റെയും പ്രതീക്ഷയുടെയും അതോടൊപ്പം തന്നെ തിരുത്തലിൻ്റെയും ഒരു മാസമായിട്ടാണ് റമദാൻ. തഖ്വയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാനമാക്കുവാൻ സാധിക്കും. റമദാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് വ്രതാനുഷ്ഠാനം തന്നെയാണ്. വ്രതാനുഷ്ഠാനം സ്വതः നമുക്ക് സൂക്ഷ്മത നൽകുന്നു. മുൻകാല സമൂഹത്തിനും വ്രതാനുഷ്ഠാനം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിനും വ്രതാനുഷ്ഠാനം അത് റമദാനിലാണ് നിർബന്ധമാക്കപ്പെട്ടത്. ഹിജ്റ 2-ാം വർഷത്തിലാണ് റമദാനിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെടുന്നത്. മറ്റൊരു റമദാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഖുർആൻ ഇറങ്ങിയ ഒരു മാസം കൂടിയാണ്. ഖുർആൻ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഷഹ്റു റമദാനുല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുന്നുണ്ട്. റമദാനിൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നുള്ളതിന് കുത്തിബ അലൈക്കും സിയാമ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അതിനുശേഷം അതും പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേരിൽ ആ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഖുർആൻ ഇറക്കപ്പെട്ട മാസങ്ങൾക്ക് ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ എന്നും ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായ ഒരു രാത്രി റമദാനിൽ വരാനുണ്ട്. അത് ഖുർആൻ ഇറക്കപ്പെട്ട ആ രാത്രിയാണ്, ഖദറിന്റെ രാത്രിയാണ്. 1000 മാസങ്ങൾ നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളുടെ പ്രതിഫലം ആ ഒരൊറ്റ ദിവസത്തെ ആ ഒരു രാത്രിയിൽ അള്ളാഹു നമുക്ക് നൽകുകയാണ്. അപ്പം ഒരുപാട് പുണ്യങ്ങൾ പ്രതിഫലങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു മാസമാണ് റമദാൻ. അതുകൊണ്ട് ഞാൻ വിശ്വാസികളത് കാത്തിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദാനധർമ്മങ്ങളാണ്. നമുക്കറിയാം, സി എസ് സെന്ററിനൊക്കെ പ്രവർത്തനം ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതൊക്കെ എസ് കെ എസിന്റെ സാഹചര്യം ഉൾപ്പെടെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ദാനധർമ്മം നിൽക്കുന്ന ഒരു മാസം കൂടിയാണ്. അതിനെങ്ങനെയാണ്? റമദാന് എല്ലാ നന്മകൾക്കും ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ദാനധർമാദി അതുപോലെ തന്നെ സക്കാത്ത് ഇതൊക്കെ വിതരണം ചെയ്യുന്നതിന് പലരും റമദാനിനെ കാത്തിരിക്കുന്നത്. റമദാനിൽ അത് നല്ല നിലക്ക് അത് നടക്കുകയും ചെയ്യുകയാണ്. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഏറ്റവും അവർക്ക് ആശ്വാസകരമായ ദിനങ്ങളാണ് റമദാനിൽ. കൊടുക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്നതിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ കൂടുതൽ കൊടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരികയും ചെയ്യുന്നു. അതിലൂടെ സമൂഹത്തിന്റെ ഒരു സുഭിക്ഷതയാണ് അതിലൂടെ ഉറപ്പുവരുത്തപ്പെടുന്നത്. എല്ലാവർക്കും ദാരിദ്ര്യം ഇല്ലാതായി എല്ലാവരും ഒരേപോലെ സുഭിക്ഷമായി കഴിയുന്ന ഒരു നല്ല നന്മയുടെ പൂക്കാലം എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന കാലമാണ് റമദാൻ മാസം. അവസാനമായി എന്താണ് ഈ റമദാൻ ഒരു സന്ദേശമായിട്ട്? റമദാന്റെ പ്രത്യേകത എന്നുള്ളത് അതിന്റെ അടിസ്ഥാനം സൂക്ഷ്മ തഖ്വയാണ്. അതായത് ദൈവം അള്ളാഹു നമ്മൾ വെറുതെ പട്ടിണി എടുക്കുന്നതിന് അള്ളാഹു അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതേ അവസരത്തിൽ ഭക്തിയോടെ ദൈവത്തിൽ ഭക്തിയോടെ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഞാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ നടപ്പാക്കുന്നത്, അല്ല വെറുതെ പട്ടിണി എടുക്കുക അല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിന്റെ കൽപ്പന നടപ്പാക്കാൻ, അവന്റെ ഇച്ഛ നടപ്പാക്കാൻ ഞാൻ എൻ്റെ എല്ലാ ശരീരേച്ഛകളെയും വെടിഞ്ഞിരിക്കുന്നു. അന്നപാനീയങ്ങളെ ഞാൻ വെടിഞ്ഞിരിക്കുന്നു. വിചാരങ്ങളെ ഞാൻ നിയന്ത്രിക്കുന്നു. നല്ല വാക്കുകൾ, എൻ്റെ വാക്കുകളെ ഞാൻ നിയന്ത്രിക്കുന്നു. എൻ്റെ പെരുമാറ്റത്തെ ഞാൻ നിയന്ത്രിക്കുന്നു എന്നൊക്കെ സ്വന്തം ശരീരത്തോടും അതുപോലെ തന്നെ സമൂഹത്തോടും അവന് അത് പറയാനും ആ രീതിയിൽ ജീവിതത്തെ തിരുത്തുവാനും നന്മയുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും സാധിക്കുന്നു. അതുതന്നെയാണ് റമദാന്റെ ഏറ്റവും വലിയ സന്ദേശം. ഇതുതന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. പ്രധാനമായി സൂക്ഷ്മമായി ജീവിക്കാനുള്ള ഒരു മാസം കൂടിയാണ്. ദാനധർമ്മങ്ങളായാലും അതോടൊപ്പം തന്നെ ആരാധനകളായാലും ഏറ്റവും സൂക്ഷ്മമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു മാസം കൂടിയാണ് റമദാൻ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അനുരൂപ് ചീക്കോടിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.